നമുക്ക് ഈ അഡ്ജോയിൻ്റ് കാണുന്ന രണ്ട് മെട്രിക്സ് എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ വേണ്ടിയില്ല, 3x3 മെട്രിക്സ് ആണെങ്കിൽ വേണ്ടിയില്ല, അഡ്ജോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൽ ഓൾറെഡി നമുക്ക് 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ എന്തായിരുന്നു ഐഡിയ പറഞ്ഞിരുന്നത്, ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞത്? ഡയഗണൽസ് എലമെൻറ്റ്സ്, ഇതാണ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എന്ത് ചെയ്യാം? ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ 2ഉം 4ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ 4 ഈ പൊസിഷനിൽ എന്ത് എഴുതാം? 2 എഴുതാം. അപ്പോൾ നമുക്ക് ഈ 2 പൊസിഷനിലേക്ക് ആളാവശ്യമുണ്ട് അല്ലേ? എന്നിട്ടൊരു മെട്രിക്സ് ആയിട്ട് എഴുതിയാൽ മതി. അത് നമ്മൾ പിന്നെ എന്താ ചെയ്യുക? ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ്. ഈ ഡയഗണൽ എലമെൻറ്റ്സിന് എന്ത് മൾട്ടിപ്ലൈ ചെയ്യാം? ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടും നമുക്ക്? 3ന് പകരം -3ഉം 1ന് പകരം എന്ത് കിട്ടും? -1 കിട്ടും. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് ആണ് എന്തിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് വളരെ ഈസി ആയിട്ട് കാണുന്ന മെത്തേഡാണിത്. കിട്ടിയല്ലോ? ഇത് ഓൾറെഡി നമ്മൾ സംസാരിച്ച മെത്തേഡ് കൂടിയാണ്. ഇതേപോലെ ഒരു 3x3 മെട്രിക്സ് എന്നൊന്ന് വിചാരിക്കാം. അപ്പോൾ 3x3 മെട്രിക്സ് എന്നാൽ അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ നോർമലി എന്താ ചെയ്യാൻ പറ്റുക? ഓരോ എലമെൻറ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്ര കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും? 9 എലമെൻറ്റ്സിൻ്റെ കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാം. ഇനി ഇവിടെയാണ് ഞാൻ അതിൻ്റെ ഷോർട്ട് കട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ഞാൻ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്നും അതിൻ്റെ അഡ്ജോയിൻറ്റ് മെട്രിക്സിന് എഴുതാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു സൈഡ് വർക്ക് ചെയ്യാൻ പോകണം. സൈഡ് വർക്ക് ഇത്രയേ ഉള്ളൂ. അഡ്ജോയിൻറ്റ് മെട്രിക്സ് എഴുതാൻ പോകണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഈ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സിനെ ഞാൻ ഒന്ന് സെപ്പറേറ്റ് മാറ്റി എഴുതാൻ പോകണം. ശ്രദ്ധിച്ചോണേ, എഴുതുന്ന രീതി ശ്രദ്ധിക്കണേ. ഇതാണ് എഴുതുന്നത്. 1 -1 2 2 3 5 -2 ഒരു എലമെൻ്റ് അവിടെ മിസ്സിങ് ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ 1 എലമെൻറ്റ് ഈസ് മിസ്സിങ്. ഞാനൊരു -1 എന്നാക്കാം കേട്ടോ. ഞാനൊരു -1 ആയിക്കോട്ടെ. ഓക്കെ, -1 -1 1. ഓക്കെ, അപ്പോൾ ആ മെട്രിക്സ് ഞാൻ അതേപോലെ എഴുതി വെച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് 2 റോസ്, ഇതാണ് ഫസ്റ്റ് റോ സെക്കൻഡ് റോ. ഇതിന് ഞാൻ വീണ്ടും ഇവിടേക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഞാൻ വേറൊരു കളർ ചേഞ്ചിലേക്ക് കാണിക്കാൻ പോകണേ. സോ 1 2 -2 1 2 -2. വീണ്ടും അതിൻ്റെ സെക്കൻഡ് റോ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാണ്. -1 3 -1. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ചെയ്തത് നിങ്ങൾ ആലോചിക്കുക. അഡ്ജോയിൻ്റ് ഷോർട്ട് കട്ടാണ്. ഞാൻ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ എലമെൻറ്റ്സിനെ അതേപോലെ ഞാൻ എഴുതി വെച്ചു. അതിന് ശേഷം ഫസ്റ്റ് 2 കോളം, ഇതാണ് ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് കോളം ഞാൻ എന്ത് ചെയ്തു? അതിന് ശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്തു. അതാണ് ഈ 2 കാണുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ നിലവിൽ നമുക്കതിൽ 3 റോ ഉണ്ട്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ. ഇനി ചെയ്യുന്നത് ഈ 2 റോസിനെ ഞാൻ വീണ്ടും ഇതിന് ശേഷം എന്ത് ചെയ്യാൻ പോകണം? അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകണം. ഇനി നേരെ താഴ്ത്തി ചെയ്ത് നോക്കാം. 1 -1 2 1 -1. നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലൈൻ കീപ്പ് ചെയ്ത് എഴുതണേ. ഓരോ റോസിനെയും കീപ്പ് ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കണ്ട. ഈ റോനെ കീപ്പ് ചെയ്യുക, ഈ റോനെ കീപ്പ് ചെയ്യുക. അതിൻ്റെ അടിയിലായിട്ട് കറക്റ്റ് എഴുതി വെക്കണേ, തെറ്റിച്ച് എഴുതി വെക്കരുത്. ഇനി അടുത്ത റോം കൂടി ഞാൻ അടുത്ത റോം കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. 3x3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത പരിപാടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഈ എലമെൻറ്റ്സിനെ ഞാൻ അതുപോലെ ഒന്ന് എഴുതി വെച്ചു. അതിന് ശേഷം ഞാൻ ഈ ഫസ്റ്റ് 2 കോളത്തെ ഇവിടെ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം വീണ്ടും ഞാൻ ഈ 2 റോസിനെ അതിന് ശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തന്നിരിക്കുന്ന ഒരു മെട്രിക് സ്ട്രക്ചറിലാണ് വീണ്ടും നമുക്കുള്ളത്. ഇതിന്ന് ഫസ്റ്റ് റോവും അതേപോലെ ഫസ്റ്റ് കോളും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് റോവും ഫസ്റ്റ് കോളും ഡിലീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിക്കാൻ പോകണേ. ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്യാൻ പോകണം. ഇതാണ് എൻ്റെ ഫസ്റ്റ് റോ, ഞാൻ ഡിലീറ്റ് ചെയ്തു. അതേപോലെ ഫസ്റ്റ് കോളം, ഇതാണ് ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് റോവും ഫസ്റ്റ് കോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ബാക്കി വരുന്ന എലമെൻറ്റ്സുകളെയാണ് ശ്രദ്ധിക്കാറുള്ളത്. അതാണ് ബാക്കി വരുന്ന എലമെൻറ്റ്സിൽ ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അതിൽ ഞാൻ ആദ്യത്തെ 2 കോളത്തിനെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകണം. ഇത് രണ്ടും സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന അഡ്ജോയിൻ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ, ഇതാണ് ഫസ്റ്റ് റോ. ഇപ്പോൾ നമുക്ക് 3 എലമെൻറ്റ്സ് ഉണ്ട്. അഡ്ജോയിൻ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ഞാൻ ഉണ്ടാക്കുന്നത് ഈ 2 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കും. വീണ്ടും ഞാൻ അടുത്ത 2 ഇതും 1. അപ്പോൾ ഇത് 1 2 3 4 എന്ന നമ്പർ ഇടാണെങ്കിൽ 1 2 ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ 2 3 സെലക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെലക്ട് ചെയ്യും. ആ എലമെൻറ്റ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ സെക്കൻഡ് റോ ഉണ്ടാക്കും. ഇനി അടുത്ത 2 സെലക്ട് ചെയ്ത് ഞാൻ എന്തുണ്ടാക്കും? തേർഡ് റോ ഉണ്ടാക്കും.
ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1 2 ഇതാണ് റോൻ നമുക്ക് വേണമെങ്കിൽ ഒരു നമ്പറിങ് നിങ്ങൾക്ക് ഒരു അറിയാൻ വേണ്ടിയിട്ടെന്നാണ്, അല്ലാണ്ട് ഇതൊരു മെത്തേഡൊന്നുമല്ല. അപ്പോൾ ഞാനിതിനെ ഒരു ഫസ്റ്റ് റോ നമ്പർ എടുക്കാമെന്ന് വിചാരിക്കുക, സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം, ഇത് ഫോർത്ത് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എഴുതേണ്ട ഒരു കാര്യമില്ല. അതിൽ ഞാൻ 1 2 ഞാൻ ആദ്യം സെലക്ട് ചെയ്തു, ഇതാണ് 1 2 സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്തുണ്ടാക്കാൻ പോകുന്നു, അഡ്ജോയിൻറ്റ് മെട്രിക്സിൻ്റെ ഈ പറയുന്ന അഡ്ജോയിൻറ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോൻ്റെ എലമെൻറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ട പരിപാടി നോക്കിയാലോ. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട, ഈ സാധനമാണ് സെലക്ട് ചെയ്ത് വെച്ചെന്ന് ഓർമ്മ ഉണ്ടാക്കുക. ഓക്കെ, അതിൽ ആദ്യത്തെ ഇതാണ് അതാ ഈ സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിനെ ഞാൻ നോക്കിയിട്ട് ഇത് നമുക്കൊരു 2x2 ഡിറ്റർമിൻ്റ് പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? 3 × 1 3 × 1 എത്രേ 3 മൈനസ് 1 × 1 -5 ആണ്. അപ്പോൾ 3 - -5 എന്ന് പറഞ്ഞാൽ എത്രേ 3 - -5. അപ്പോൾ ആ സൈഡിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ രണ്ടെണ്ണമാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ എലമെൻറ്റ് വരിക 3 - -5 3 - -5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടാം 8. ആ 8 ആണ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് വരിക, അഡ്ജോയിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ആലോചിക്കാം, ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്തു, എന്നിട്ട് 3 × 1 3 -1 × 5 -5 8. ആ 8 ഞാൻ അവിടെ എഴുതി വെച്ചു. ഓക്കെ, ആ 8നെയാണ് ഞാൻ അവിടെ എഴുതി വെച്ചത്. സോ വിൽ ഗെറ്റ് 8 അവിടെ കിട്ടി. 8 ഞാൻ എഴുതി വെക്കാണ്, 8 ഓൾറെഡി എഴുതി വെച്ചു, 8 നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ അടുത്ത രണ്ട് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് ഇനി അടുത്തത് കൂട്ടിയെടുക്കുക. 1ഉം 2ഉം റോ എടുത്ത പോലെ ഇത് രണ്ടെണ്ണം എടുത്ത പോലെ ഇനി എടുക്കാൻ പോകുന്നത് അടുത്ത ഈ രണ്ടെണ്ണം കൂടി എടുക്കും. എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തെ നമ്മൾ എടുക്കും. -1ഉം 1ഉം -1ഉം 2ഉം എടുക്കുന്നു. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, വീണ്ടും അവിടെ കാൽക്കുലേഷൻ നടത്താൻ പോവാണ്. -1 × 2 എന്ന് വെച്ചാൽ -2 -1 × 2 -1 × 1 എന്താണ് -1 ആണ്. എന്ന് പറഞ്ഞാൽ -2 + 1 നമുക്ക് എത്ര കിട്ടും -1. ഇതാണ് അഡ്ജോയിൻറ്റിൻ്റെ സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് നോക്കുക. ആദ്യം നമ്മൾ ഇത് രണ്ടെണ്ണം സെലക്ട് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്യും. ഇനി ഏത് സെലക്ട് ചെയ്യുക, ഈ രണ്ടെണ്ണം കൂടി സെലക്ട് ചെയ്യും. ഇതേ പ്രോസസ്സ് ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കി നോക്ക്, -1 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് -5 3 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും -11. സോ യു വിൽ ഗെറ്റ് -11. അപ്പോൾ അഡ്ജോയിൻറ്റ് മെട്രിക്സിൻ്റെ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് റോ കിട്ടി. ക്ലിയർ ആണ് പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ ഇതൊന്ന് ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ, പെട്ടെന്ന് എഴുതാനും പറ്റും. അപ്പോൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ സ്ട്രക്ചറൊക്കെ പഠിച്ചു വെക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തത്. അങ്ങനത്തെ കാൽക്കുലേഷനാണ് ഇപ്പോൾ ഞാനിവിടെ താഴത്ത് കാണിച്ചും ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ സെലക്ഷൻ മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തെങ്കിൽ ഇനി ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത രണ്ട് ടീമിനെയാണ്. എന്ന് വെച്ചാൽ 1ഉം 2ഉം സെലക്ട് ചെയ്ത് ഇനി 2ഉം 3ഉം സെലക്ട് ചെയ്തു. ഓക്കെ, ഇതേ പ്രോസസ്സ് ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതേ കാൽക്കുലേഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് റോ ഫില്ല് ചെയ്യിക്കാൻ പോവാം. സെക്കൻഡ് റോ ഫില്ല് ചെയ്യിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കാം നമുക്ക്. ആദ്യത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണ് തെറ്റിക്കരുത്, ഇതാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ഈ രണ്ട് സെറ്റ് ഓഫ് ആൾക്കാരെയാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ശരിക്കും കണ്ണ് തെറ്റാൻ നോക്കുക. 5 × -2 എന്ന് വെച്ചാൽ -10 -1 × 2 എന്ന് വെച്ചാൽ 2. അപ്പോൾ യു വിൽ ഗെറ്റ് -12. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ -12 ആണ്. -12 കിട്ടി. വീണ്ടും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. അതിപ്പോൾ ഇത് രണ്ടെണ്ണം എടുത്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ പറയുന്ന രണ്ട് ഗ്രൂപ്പിനെ എടുക്കാൻ പോകുന്നു. എന്നിട്ട് അത് വെച്ച് വാലിഡേറ്റ് ചെയ്യുന്നു. 1 × 1 എത്രയാണ് 1 -2 × -2 എന്ന് പറഞ്ഞാൽ എത്രയാണ് -4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത എലമെൻറ്റ് നമുക്ക് 5 എന്ന് കിട്ടി. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത സെറ്റ്. അപ്പോൾ ആദ്യം ഈ രണ്ടെണ്ണം എടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് ഈ രണ്ടെണ്ണം എടുത്തു. പിന്നെ ഈ രണ്ടെണ്ണം കൂട്ടിയെടുക്കാൻ പോവാണ്. എന്തിൻ്റെ ഇവാലുവേഷൻ എടുക്കുന്നു? 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 -5 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5. നമുക്ക് എത്ര കിട്ടും -1 കിട്ടി. സോ യു വിൽ ഗെറ്റ് -1. അപ്പോൾ അഡ്ജോയിൻറ്റ് മാട്രിക്സിൻ്റെ എന്ത് കിട്ടി നമുക്ക്? സെക്കൻഡ് റോ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി എന്താ അടുത്ത് ചെയ്യുക? വീണ്ടും ഞാൻ എടുക്കാൻ പോകുന്നത് ഇതിനെ ഒഴിവാക്കിയിട്ട്, അപ്പോൾ 1ഉം 2ഉം എടുത്ത് ആദ്യം ചെയ്തു, 2ഉം 3ഉം എടുത്ത് നമുക്ക് സെക്കൻഡ് റോ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത എന്തെടുക്കും? അടുത്ത ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. 3ഉം 4ഉം സെലക്ട് ചെയ്യും. ഇതാണ് 3ഉം 4ഉം സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം വീണ്ടും ഇതേ പരിപാടി ഞാനോട് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. എന്താ റിപ്പീറ്റ് ചെയ്യൽ? ഇതേ സാധനം എടുക്കാൻ പോവാണേ. ഈ പറയുന്ന ആൾക്കാരാണ്, ശ്രദ്ധിക്കണേ, കണ്ണ് തെറ്റിപ്പോരുത്. ആദ്യം ഈ രണ്ടെണ്ണം എടുത്തിട്ട് ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ടാക്കാൻ പോവാണേ. ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്ക്. 2 × -1 എന്ന് പറഞ്ഞാൽ എത്ര -2 -2 × 3 എന്ന് പറഞ്ഞാൽ എത്ര -6 എന്ന് പറഞ്ഞാൽ -2 + 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക 4 എന്ന് കിട്ടും.
യു വിൽ ഗെറ്റ് 4 ഈസ് ദ എലമെൻറ്റ്. ഓക്കെ, വീണ്ടും അടുത്ത 2 ആൾക്കാർ എടുക്കുന്നു. ഇതാണ് അടുത്ത 2 പേര്. ഓക്കെ, ഈ എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് പറഞ്ഞു നോക്ക്. -2 × -1 എത്രയായിട്ട് 2 മൈനസ് 1 × -1 പറഞ്ഞാൽ -1 എന്ന് വെച്ചാൽ 2 + 1 എന്ന് കിട്ടും. നമുക്ക് 3 എന്ന് കിട്ടി. സോ അടുത്ത എലമെൻറ്റ് നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത ആൾക്കാർ എടുക്കുന്നു. അപ്പോൾ ഇത് 2 എടുത്തു, ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി. ഇത് 2 സെറ്റ് എടുത്തു, സെക്കൻഡ് കിട്ടി. ഇനി ഇത് 2 കൂടി എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ഗ്രൂപ്പിനെ എടുത്തിട്ടാണ് നമ്മൾ ഈ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 3 × 1 എന്ന് വെച്ചാൽ 3 മൈനസ് 2 × -1 -2. നമുക്ക് 3 + 2 എന്ന് കിട്ടും. 3 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പോൾ 5 നമുക്ക് കിട്ടുന്നു. ഇതോടുകൂടി ഇതിൻ്റെ മെട്രിക്സ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അഡ്ജോയിൻറ്റ് കിട്ടി. അപ്പോൾ ഈ ഒരു പറയാൻ എളുപ്പമാണ്. ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ അഡ്ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് അഡ്ജോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടറും മൈനറും ഒക്കെ കണ്ടുപിടിച്ചിട്ട് കോഫാക്ടർ മെട്രിക്സ് ഉണ്ടാക്കി ട്രാൻസ്ഫേഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് അഡ്ജോയിൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. പക്ഷേ നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വേണം അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ.